ഒരുപാട് നേരം സിസ്റ്റത്തിന് മുന്നിൽ വർക്ക് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സിന് മുന്നിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവരുടെ പോസ്റ്റേഴ്സിന് വ്യത്യാസം കൊണ്ട് പല ഇത് വരുന്നിട്ട് സർജറിക്ക് വരികയും തിരിച്ചവർ ജോലിക്ക് പോവുകയും വേണം. അപ്പോൾ ഈ നമ്മൾ ഡേ കെയർ സർജറി എന്ന് പറയുമ്പോൾ വൈകുന്നേരം തന്നെ പേഷ്യൻ്റ് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അടുത്ത ദിവസങ്ങളിൽ രോഗിക്ക് എല്ലാ ജോലിക്ക് പ്രവേശിക്കാൻ പറ്റുമോ, അതോ രോഗി ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാലഘട്ടമുണ്ടോ? എനിക്ക് നടുവേദനയാണ്, ഞാൻ ന്യൂറോളജിസ്റ്റിനെ കാണിക്കണോ, ഓർത്തോപീഡിയനെ കാണിക്കണോ, ന്യൂറോ സർജനെ കാണിക്കണോ? അപ്പോൾ പലർക്കും അറിയില്ല ആരെയാണ് നടുവേദനയ്ക്ക് കാണിക്കേണ്ടത്. ചില ആൾക്കാർ പറയും നമുക്ക് ജനറൽ മെഡിസിനെ കാണിച്ച് വേദന സംഹാരി എടുക്കാം എന്ന് പറയും. അത് സാധാരണക്കാർക്ക് എപ്പോഴും ഈ ഒരു കൺസെപ്റ്റ് ഉണ്ട്, ആരെ കാണിക്കണം അറിവില്ലായ്മയുണ്ട്. അപ്പം സാധാരണ ഒരാൾക്ക് ആദ്യം ആരെ കാണിക്കണമെന്ന് ചോദ്യമുണ്ട് ഡോക്ടർ. എൻ്റെ അഭിപ്രായത്തിൽ ഓഫ് കോഴ്സ് ഇപ്പോൾ സയൻസ് ഓരോ സ്പെഷ്യലൈസേഷനിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ട്രെയിൻ ആദ്യം കാണിക്കുന്നതായിരിക്കും നല്ലത്. ഡോക്ടർ നേരത്തെ ഡേ കെയർ സർജറിയെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ എപ്പോഴും ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലോട്ട് വിടുന്ന സമയത്ത് തന്നെ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവും, അതിന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവും. ഇപ്പം സ്പൈൻ സർജറിക്ക് വിധേയമാകുന്ന ചെറുപ്പക്കാർ കുറേ ഉണ്ടാവാറുണ്ട്. ഇപ്പം ഒരുപാട് നേരം സിസ്റ്റത്തിന് മുന്നിൽ വർക്ക് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സിന് മുന്നിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവരുടെ പോസ്റ്റേഴ്സിന് വ്യത്യാസം കൊണ്ട് പല ഇത് വരുന്നിട്ട് സർജറിക്ക് വരികയും തിരിച്ചവർ ജോലിക്ക് പോവുകയും വേണം. അപ്പോൾ ഈ നമ്മൾ ഡേ കെയർ സർജറി എന്ന് പറയുമ്പോൾ വൈകുന്നേരം തന്നെ പേഷ്യൻ്റ് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അടുത്ത ദിവസങ്ങളിൽ രോഗിക്ക് എല്ലാ ജോലിക്ക് പ്രവേശിക്കാൻ പറ്റുമോ, അതോ രോഗി ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാലഘട്ടമുണ്ടോ? ഇപ്പോഴത്തെ ഒരു 80% നമ്മൾ സ്പൈൻ സർജൻസ് ഫേസ് ചെയ്യുന്ന പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബിറ്റ്വീൻ 30 to 50 എന്ന വർക്കിംഗ് ക്ലാസ് പോപ്പുലേഷനാണ്. നമ്മുടെ കോമണായി പറഞ്ഞാൽ IT സെക്ടേഴ്സ് അല്ലെങ്കിൽ ഏറ്റവും ആക്റ്റീവായിട്ട് യങ് യൂത്ത് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാണ്. ഇവരെപ്പോഴും ഇവർക്ക് ഒറ്റ ചോദ്യമുള്ളൂ ബിഫോർ സർജറിയും എപ്പോഴും ഇവർക്ക് എപ്പോൾ എനിക്ക് എൻ്റെ ജോലിയിലേക്ക് തിരിച്ച് പ്രവേശിക്കാം. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ആൻസർ അയാൾ തന്നെ അത് ആക്റ്റീവ് പാർട്ടിസിപ്പേഷനാണ്. പണ്ടത്തെ സർജറി കഴിഞ്ഞാൽ പാസീവായിരുന്നു, അതായത് ഒരു തെറാപ്പിസ്റ്റ് വരുന്നു, എന്തൊക്കെ ചെയ്തു പോകുന്നു, നമ്മളായിട്ടൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ആ കോൺസെപ്റ്റ് മാറി. ഇപ്പോൾ നമ്മൾ പേഷ്യൻറ്റിനെ കൊണ്ട് സർജറി കഴിഞ്ഞ ഉടനെ വിത്തിൻ 4 hours അയാളെ നടത്തിക്കും. അത് ഞാൻ മാത്രമല്ല, എൻ്റെ തെറാപ്പിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ വലിയ റോൾ അതിലുണ്ട്. പുള്ളി ഇയാൾക്ക് ഏതൊക്കെ മസിൽസാണ് വീക്ക് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനെ സ്ട്രെങ്തൻ ചെയ്ത് എത്രയും പെട്ടെന്ന് പുള്ളീനെ ഗെറ്റ് ബാക്ക് ടു വർക്ക്, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ സർജറി കഴിഞ്ഞപ്പോൾ ഒരു ഡിസ്ക് സർജറി കഴിഞ്ഞ ആൾക്കാർ ചോദിക്കും എനിക്ക് എപ്പോൾ സ്റ്റെപ്പ് കയറാം, ഒരു 3 മാസം കയറണ്ടേ? ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല. വൺസ് പെയിൻ മാറിയാൽ യു ക്യാൻ സ്ലോലി സ്റ്റാർട്ട് ക്ലൈംബിങ് യുവർ സ്റ്റെപ്സ്, യു ക്യാൻ സ്ലോലി റിട്ടേൺ ടു ഓൾ യുവർ നോർമൽ ആക്ടിവിറ്റീസ്. കുമ്പിടാൻ പാടില്ല, വർഷങ്ങൾക്ക് കുമ്പിടാത്ത പേഷ്യൻസ് ഉണ്ട് എൻ്റെ അടുത്ത് വരുന്നത്. അതങ്ങനെയൊന്നുമില്ല, അതൊക്കെ ഒരു ഫോൾസ് മിത്താണ്. നമ്മുടെ ബാക്കിൻ്റെ ഫ്ലെക്സിബിലിറ്റി ആദ്യം നമ്മൾ ബോഡീനെ നന്നായി ഫ്ലെക്സിബിൾ ആക്കുക. ഏതൊരു പ്രൊസീജിയർ കഴിഞ്ഞാലും അല്ലെങ്കിൽ ഏതൊരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാലും ബോഡീനെ നന്നായി ഫ്ലെക്സിബിൾ ആക്കുക. ഫ്ലെക്സിബിൾ ആക്കിയതിന് ശേഷം ആ ഓരോ ഇൻഡിവിജ്വൽ മസിൽസിനെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യും. അതിലൂടെ നമുക്ക് എല്ലാ ആക്ടിവിറ്റിക്ക് തിരിച്ചറിയാം. സോ ഓഫ് കോഴ്സ് ഒരു നോർമൽ ഡിസ് സർജറി എന്നാൽ വിത്തിൻ 2 weeks ഹി ഷുഡ് ബി ബാക്ക് ടു വർക്ക്. അതാണ് ഇപ്പോഴത്തെ ഒരു മോട്ടോ. ഓക്കെ, മറ്റൊരു കാര്യം, നമുക്കെല്ലാം ഒരു ലേമാൻ എന്ന രീതിയിൽ നമുക്കെല്ലാം വരുന്ന കോൾസ്, എനിക്ക് നടുവേദനയാണ്, ഞാൻ ന്യൂറോളജിസ്റ്റിനെ കാണിക്കണോ, ഓർത്തോപീഡിയനെ കാണിക്കണോ, ന്യൂറോ സർജനെ കാണിക്കണോ? അപ്പോൾ പലർക്കും അറിയില്ല ആരെയാണ് നടുവേദനയ്ക്ക് കാണിക്കേണ്ടത്. ചില ആൾക്കാർ പറയും നമുക്ക് ജനറൽ മെഡിസിനെ കാണിച്ച് വേദന സംഹാരി എടുക്കാം എന്ന് പറയും. അത് സാധാരണക്കാർക്ക് എപ്പോഴും ഈ ഒരു കൺസെപ്റ്റ് ഉണ്ട്, ആരെ കാണിക്കണം അറിവില്ലായ്മയുണ്ട്. അപ്പം നമുക്ക് മെഡിക്കൽ സയൻസിൽ പറയുമ്പം ഓർത്തോപീഡിക്സും സ്പൈൻ നോക്കുന്നുണ്ട്, ന്യൂറോ സർജൻസും സ്പൈൻ്റെ സർജറി ചെയ്യുന്നുണ്ട്, ന്യൂറോളജിസ്റ്റും സ്പൈൻ്റെ ചികിത്സ കൊടുക്കുന്നുണ്ട്, മരുന്ന് കൊണ്ട് ചികിത്സ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം അപ്രോച്ചിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, അതായത് ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ളത്. അപ്പം സാധാരണ ഒരാൾക്ക് ആദ്യം ആരെ കാണിക്കണമെന്ന് ചോദ്യമുണ്ട് ഡോക്ടർ. അതെങ്ങനെയാണ്? ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്കും ആ ഒരു അറിവ് നൽകാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യമായിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ ഓഫ് കോഴ്സ് ഇപ്പോൾ സയൻസ് ഓരോ സ്പെഷ്യലൈസേഷനിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ട്രെയിൻ സ്പൈൻ സർജനെ തന്നെ ആദ്യം കാണിക്കുന്നതായിരിക്കും നല്ലത്. അത് ഓർത്തോ സ്പൈൻ ആവാം, ന്യൂറോ സ്പൈൻ ആവാം. പക്ഷേ ഇപ്പോൾ ഒരുവിധം എല്ലാവരും അവരവരുടെ കേപ്പബിലിറ്റീസ് നല്ല ഹൈലൈറ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഒരു ട്രെയിൻഡ് സ്പൈൻ സർജനെ കാണുന്നതാണ് ഇതിന് ഏറ്റവും ഉചിതമായ കാര്യം. പിന്നെ ഫസ്റ്റ് ഒരു ബാക്ക് പെയിൻ വന്ന ഉടനെ ഒരു സ്പൈൻ സർജനെ കാണാൻ ഞാൻ അഡ്വൈസ് ചെയ്യില്ല. അതിപ്പോൾ നോർമൽ നമുക്കൊരു ഫിസിഷ്യനെ കണ്ടാലും. പക്ഷേ ചില കാര്യങ്ങളുണ്ട് നമ്മൾ റെഡ് ഫ്ലാഗ് സൈൻസ് എന്നൊക്കെ പറയും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏതൊരു രോഗിയായാലും ഏതൊരാൾക്ക്. അതെന്തൊക്കെയാ വെച്ചാൽ ഒരു 3 ആഴ്ചയിൽ കണ്ടിന്യൂസ് ആയി ഒരു മരുന്നിനും കൺട്രോൾ ആവാത്ത ഒരു ബാക്ക് പെയിൻ ഉണ്ടാവും. പിന്നെ സിവിയറായിട്ട് കാലിലേക്ക് മരവിപ്പ്, തരിപ്പ്,
നമ്മൾ ഒരു അടി പോലും നടക്കാൻ പറ്റുന്നില്ല, മൂത്രമൊഴിക്കാനുള്ള ബുദ്ധിമുട്ട്, വയറ്റിൽ പോകാനുള്ള ബുദ്ധിമുട്ട്, കാലുകളുടെ പാദങ്ങളിൽ ഏതെങ്കിലും ചലനങ്ങളുടെ വ്യത്യാസം വരിക, ബലക്കുറവ് വരിക, ഇങ്ങനത്തെ ഒക്കെ കണ്ടീഷൻ വന്നാൽ ഡെഫിനറ്റ്ലി അതൊരു സ്പൈൻ സർജനെ കാണാതെ മുന്നോട്ട് പോകരുത്. അതൊരു മെഡിസിനിലോ അല്ലെങ്കിൽ ഒരു സാധാ ഓവർ ദ കൗണ്ടറിൽ തീരാവുന്ന പ്രശ്നമല്ല അത്. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഈ ഒരു റെഡ് ഫ്ലാഗ് സൈൻസ് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഈ റെഡ് ഫ്ലാഗ് സൈൻസ് ആണ് ഒരു രോഗിക്ക് ഏത് ഡോക്ടർക്കാണ് ആ രോഗി കാണിക്കേണ്ടത് തീരുമാനമെടുക്കേണ്ടത്. എക്സാക്ട്ലി. അപ്പോൾ അതെപ്പോഴും പല സ്ഥലങ്ങളിലും അത് വഴിതെറ്റി പോകുന്നൊരു മേഖല കാണുന്നുണ്ട്. അതായത് ഇവർ പലപ്പോഴും കാണിക്കേണ്ട ആളെ അല്ല കാണിക്കുന്നത്. അത് അല്ലെങ്കിൽ പലതും പല വിധത്തിലുള്ള ഇപ്പം മറ്റു മെഡിസിൻ, ആൾട്ടർനേറ്റീവ് മെഡിസിൻസ് തന്നെ പോയി ചിലപ്പോൾ ഇതൊരു മറ്റേ മസാജ് ചെയ്യുകയും അതിലൂടെ ഇതൊരു പ്രശ്നം രൂക്ഷമാവാനും നമ്മൾ പല സാഹചര്യങ്ങളിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ റെഡ് ഫ്ലാഗ് സൈൻസ് മനസ്സിലാക്കുകയും ഒരു ടിപ്പിക്കൽ ബാക്ക് പെയിൻ എങ്ങനെ സർജിക്കൽ അപ്രോച്ചിലേക്ക് പോകണമെന്ന് ആൾക്കാർ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് എപ്പോഴും ഒരു ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ ഒരു ട്രെയിൻഡ് സ്പൈൻ സർജൻ അത് ജനങ്ങൾ സെർച്ച് ചെയ്ത് ട്രെയിൻഡ് സ്പൈൻ സർജൻ തന്നെ കാണിക്കണം എന്നുള്ളതാണ്. അതാണ് എൻ്റെത്.